ഒന്ന് മഗ്ദലന മറിയത്തിന്, നമുക്കതറിയാമല്ലോ, തോട്ടക്കാരനാണെന്ന് വിചാരിച്ചത് ഇല്ല, തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് ഈശോ അടുത്ത് വന്നപ്പോൾ അങ്ങ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നോട് പറയുക എന്ന് പറയുന്ന മഗ്ദലന മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ ആ കൂട്ടത്തിൽ തോമാസ് ശ്ലീഹ ഉണ്ടായിരുന്നില്ല. തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു 8 ദിവസങ്ങൾക്ക് ശേഷം. അത് ഇന്നത്തെ ദിവസം കണക്കൂട്ടുകയാണെങ്കിൽ 8-ാം ദിവസം. അപ്പോൾ 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും തോമാസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തെളിവാണ്. ഇനിയും അപ്പോൾ ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഇനിയും തിബേരിയാസ് കടൽ തീരത്ത്, അത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായമാണ്. അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മത്സ്യം കിട്ടിയില്ല. അപ്പോൾ ഉദ്ധിതനായ ഈശോ അവിടെ അടുത്ത് വന്നിട്ട് പറയും, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞത് യോഹന്നാൻ 21:6. ഇനി എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് പറയുന്നത്. അത് 24-ാമത്തെ അധ്യായത്തിൽ അവരിങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൂടെ നടന്നത് ഈശോയാണ്. അവർക്ക് അവസാനമാണ് അത് മനസ്സിലായത്, തങ്ങളുടെ കൂടെ നടന്നത് ഈശോയാണെന്ന്. ഇനി നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സാവൂളിന് പ്രത്യക്ഷപ്പെട്ടത് ഇല്ല, കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുന്നത്, ഒരു സ്വരമാണ്, ഒരു മിന്നലൊളിയാണ് സാവൂള് അനുഭവപ്പെടുന്നത്. സാവൂള് നേരിട്ട് ഈശോയെ ആ സമയം കാണുന്നില്ല.